നീ തല്ലട നീ തല്ലട കളപ്പന്നി തല്ലട നീ നിന്റെ വീട്ടിലിരിക്കണ മൈര കണ്ടുങ്ങളുടെ നിന്റെ നല്ല റീച്ച് കിട്ടും നല്ല റീച്ച് കിട്ടും എന്റെ ഇല്ല നീ ഇടാട്ടോ വീഡിയോ നീ ഇവിടുന്ന് ഗൾഫിക്ക് പോയാലല്ലേ നീ ഇവിടുന്ന് ദുബായിക്ക് പോയാലല്ലേ നീ എന്റെ നിന്റെ മന വലിക്കണം നിന്റെ ഉമ്മാനെ വലിക്കണം നിന്റെ ഉമ്മാനെ വലിച്ചിട്ടാ നായ നിന്റെ കെട്ടികളാണ് വേഴ്ചയായിട്ട് നടക്കണേ ഞാനല്ല നിന്റെ എന്റെ ഇഷ്ടമാണ് ഞാൻ ഉണ്ടാക്കി ഞാൻ നോക്കണ്ടത് നിന്റെ കാശ് കൊണ്ടല്ലോ ഞാൻ ജീവിക്കുന്നത് നായ മൈര ചക്കിയ ഞാനാണ് നോക്കട്ടെ നിനക്ക് എന്തിനാ മണ്ണാർക്കോട്ട് ആളുകളെ വിളിക്കണം മൈര വിളിക്കണ നിന്റെ കെട്ടിയോളി എല്ലാത്തിനും വീഡിയോ കണ്ടതാ കുട്ടി ചാട്ടി എല്ലാം വീഡിയോ വരട്ടെ കണ്ടില്ലേ തന്നി സ്വഭാവം നിങ്ങളുടെ കണ്ടോളൂ വെള്ളപ്പാലി കണ്ടോളൂ നായിന്റെ മോന് പെണ്ണുങ്ങളുടെ എല്ലാവരും കെട്ടിയോള് നല്ല വേശി ഇവിടെ നേരെ വേശ്യാലയം നടത്തുന്നുണ്ട് കെട്ടിയോള് ഇവന്റെ വേശ്യ കെട്ടിയോളും കുട്ടികളും രണ്ട് പെൺകുട്ടികളെയും വെച്ചിട്ട് അവൻ വേശ്യാലയം നടത്തുന്നുണ്ട് ദുബായില് എന്നെ വെച്ച് റീച്ച് ഉണ്ടാക്കിയെന്ന് പറയാണ്ട് ഇപ്പൊ കെട്ടിയോളെ വെച്ച് റീച്ച് ഉണ്ടാക്കുക നീ കണ്ടാ നിന്റെ മുണ്ട് പൊക്കുക അപ്പൊ നല്ല കാണാം നിക്കണോ അവളെ വേശി അവളെ അത് കണ്ടില്ലേ ഒരു ക്യാമറയും തൂക്കി പിടിച്ചിട്ട് അവിടെ കണ്ട് ഇടിച്ച് കയറുകയാണ് ഒരു വീട്ടിക്ക് എന്നിട്ട് അവിടെ ഉള്ളവരെ മൊത്തം തെറി വിളിക്കുക എവിടുന്ന പിടിക്കൊക്കെ ഇതിനുള്ള ധൈര്യം ഇതിൻ്റെയൊക്കെ പിന്നിൽ ആരാണ് ഇവളൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട് അതിൻ്റെ ബലത്തിലാണ് ഇവള് ഒരു വീട്ടിൽ കണ്ട് ഇടിച്ച് കയറുക ഇവൾ എന്നിട്ട് ആ സിറ്റ് ഔട്ടിൽ നിന്നിട്ടാണ് ഇമ്മാരി വർത്താനം പറയുന്നത് ഇതിനൊക്കെ ഉള്ള ധൈര്യം എവിടുന്നാണ് ഒന്ന് ആലോചിച്ച് നോക്കണം ഷെരീഫിൻ്റെ ഉമ്മാനെയും ഉപ്പാനെയും പെണ്ണുങ്ങളെയും കുട്ടികളടക്കം പറയുന്നുണ്ട് കുട്ടി ചട്ടി എന്നൊക്കെ എവിടുന്ന ഇതിനൊക്കെ ധൈര്യം വരുന്നത് എന്താ ഈ ഒരു യൂട്യൂബ് ഉണ്ടെന്ന് എഴുതിയിട്ടോ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അധികകാലമൊന്നും ഉണ്ടാവില്ല കേട്ടോ എൻ്റെ യൂട്യൂബ് എൻ്റെ കണ്ടൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നാട്ടുകാരെ നെഞ്ഞത്ത് കയറുക എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസയും കൊണ്ട് ജീവിക്കുക അല്ലേ എന്തൊക്കെ വഴികളുണ്ട് യൂട്യൂബ് ചാനലിന് തന്നെ നല്ല നല്ല വഴികളുണ്ട് സാധാ രീതിയിൽ കണ്ടൻറ്റ് ചെയ്ത് നോക്കാം അതിൽ ജീവിച്ചൂടെ തന്നെയുണ്ട് ബാക്കിയുണ്ട് ഇതും കൂടിയും കേട്ടോക്കി ആരെന്ത് പറഞ്ഞാലും ആ വീട്ടിക്ക് ഈ ഫാമിലി ദുഃഖമില്ല വറക്കുമല്ലോ അതുകൊണ്ട് ഇങ്ങോട്ട് വന്നിക്കാം എത്ര പേര് കേറിയെന്ന് നോക്കി സ്റ്റേഷനിൽ എത്ര പേര് കോടതിയിൽ എത്ര പേര് കേറിയിട്ടുണ്ട് നീ ചോദിക്കും സ്റ്റേഷനിൽ എത്ര പേര് എന്നാണ് സകല മലയാളികൾക്കും അറിയാം ഓ നീ മണ്ണാർക്കാട് ഇത്രയും ആൾക്കാർ സബ്സ്ക്രൈബറാണ് എന്റെ ആൾക്കാരാണ് നീ അങ്ങോട്ട് ടൗണിലേക്ക് വാ നീ ടൗണിലേക്ക് വാ പട്ടി പറ്റോ അത് ഞാൻ പറഞ്ഞു നീ രണ്ട് പറ്റിട്ടുണ്ടല്ലോ നീ രണ്ട് പെണ്ണുങ്ങളും പറ്റിട്ടുണ്ടോ എടാ അത് എന്റെ ഇഷ്ടമാണ് അത് മാറി അത് എന്റെ ഇഷ്ടമാണ് ഞാൻ എന്താണ് കണ്ടില്ലേ മകൻ പറഞ്ഞത് നായിന്റെ മോളേത് ഞാൻ എന്താ പറഞ്ഞത് നിന്റെ കെട്ടിയാല് ചെയ്യണതോ മൊബൈൽ എടുത്ത് നോക്കടി മൊബൈൽ എടുത്ത് നോക്കടി ഇങ്ങനെ തിന്നണത് തീട്ട നിന്നടി നല്ലതേ ഇങ്ങനെ കെട്ടിയാവും കൊടുന്ന് തിന്നണ തീട്ട നിന്നെ നല്ലതേ എന്റെ വീട്ടിൽ വാടി പറഞ്ഞിട്ട് മെസ്സേജ് നോക്ക് വാടി പറഞ്ഞിട്ട് ഇവൻ വിളിച്ചതാണ് പറയില്ലേ നിന്റെ കെട്ടിയോ മാന്യത ഉള്ളവനാണെങ്കിൽ മാന്യതയിൽ സംസാരിക്കും നിന്റെ കെട്ടിയോ തോന്നിയവാസിയാണെങ്കിൽ ആ തോന്നിയ പോലെ തന്നെ സംസാരിക്കുള്ളൂ മകനെ അടിപൊളിയായിട്ട് വളർത്തി വെച്ചിട്ടുണ്ട് കണ്ട് പെണ്ണുകൾ നെഞ്ഞത്ത് കയറാന് നിങ്ങൾ ആരാ അടിക്കടാ
നിന്റെ സംസ്കാരം അല്ല ഒരു മര്യാദ വർത്തമാനങ്ങളെ നമുക്ക് പറഞ്ഞു ബാ, നിനക്ക് ഇനി ബാ ആൾക്കാരെ വിളിച്ചു നീ വാടാ നീ വാ ടൗണിലേക്ക് വാ ടൗണിലേക്ക് വാ നീ തല്ലു. കണ്ടില്ലേ, ഇതാണ് ഇവളെ പരിപാടി. ക്യാമറയും തൂക്കിയിട്ട് നാട്ടുകാരെ നെഞ്ഞത്ത് കയറുക. നെഞ്ഞത്ത് കയറുന്നത് പോട്ടെ, എമ്മാരി വർത്താനായി പറയണ്. ഇതൊക്കെ കേട്ട് നിൽക്കാൻ ആരെയും കൊണ്ടിലും പറ്റുമോ? എന്നിട്ട് ഓന് പരമാവധി ക്ഷമിച്ച് നിൽക്കുന്നുണ്ട്. അതിനെന്തായാലും ഷെരീഫിനെ സമ്മതിച്ചു. ഇവൾക്ക് ഇതൊരു സ്ഥിരം പരിപാടിയാണ്. ഇവളെ കണ്ടന്റ് എന്ന് പറയുന്നത് തന്നെ ഇതാണ്. ഇങ്ങനെ എന്താ ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുക, എന്നിട്ട് ആരുടെയും നെഞ്ഞത്ത് കയറുക, എന്നിട്ട് അത് വീഡിയോ എടുക്കുക, എന്നിട്ട് അത് കണ്ടന്റ് ആക്കി ഇടുക, എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസയും കൊണ്ട് ജീവിക്കുക. യൂട്യൂബിൽ തന്നെ എന്തൊക്കെ വഴികളുണ്ട്. ഇതിങ്ങനെ ഈ എന്താ നാട്ടുകാരെ നെഞ്ഞത്ത് കയറിയിട്ട് തന്നെ വേണോ? അതൊരു വീട്ടിലൊക്കെ കണ്ട് ഇടിച്ച് കയറുകയാണ്. എവിടുന്ന് അതിനുള്ളൊക്കെ ധൈര്യം? ഞാൻ കണ്ടു ആ ലൈവിൻ്റെ അടിയിൽ ലൈക്ക് ഉണ്ട്. എത്ര ആൾക്കാർ ലൈക്ക് ചെയ്തിരിക്കുന്നു? ആരതിനൊക്കെ ലൈക്ക് ചെയ്യണ്? ഇവിടെ സപ്പോർട്ട് ചെയ്യണ ആൾക്കാർ നിങ്ങളൊക്കെ കരുതിക്കോളി. ഇത് ഇനിയിപ്പോൾ ഇന്ന് ഇവൻ്റെ പെരീക്കാണെങ്കിൽ ഇനി നാളെ നിങ്ങളെ പെരീക്കാണ് വരിക. ഇവൾക്ക് കണ്ടൻറ്റ് വേണം. ഇവൾക്ക് കണ്ടൻറ്റ് വേണമെന്നുള്ളതിന് ഓള് ആരെയും നെഞ്ഞത്ത് കയറിക്കൊണ്ടേയിരിക്കും. എന്നിട്ട് കേസ് കൊടുക്കുന്നു. ആര് കേസ് കൊടുക്കുക? ഒരു വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി കഴിഞ്ഞാൽ എൻ്റെ പേരിക്കാണ് കേസ് വരിക, അല്ലാതെ ഓൻ്റെ പേരിക്കല്ല. ഇതൊക്കെ മനുഷ്യന്മാർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് കയറി പിടിച്ചു എന്ന് കള്ള നുണയും പറഞ്ഞുകൊണ്ട് കിടക്കുക. അപ്പോൾ അവിടെ ഉള്ള ബാക്കിയുള്ള ആൾക്കാരോ പിന്നെ ഈ കണ്ടുകൊണ്ട് നിൽക്കുന്ന ജനങ്ങളോ, ഈ ജനങ്ങൾക്കറിയാൻ എൻ്റെ സ്വഭാവം എന്താണെന്ന് അത് ഓൻ അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എങ്ങനെയും പൈസ ഉണ്ടാക്കാന്നുള്ള രീതിയായിപ്പോൾ. ഇതുകൊണ്ടൊക്കെ എന്താ പറയാൻ ഉദ്ദേശിക്കണമെന്ന് അറിയോ? ഇപ്പോൾ ഒരു മൊബൈലും കയ്യിലുണ്ടെങ്കിൽ ആരുടെ നെഞ്ഞത്ത് കയറിയിട്ടാണെങ്കിലും കണ്ടൻറ് ഉണ്ടാക്കിയിട്ട് പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇതുകൊണ്ടൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും ഷാജി നിലപാട് കൊണ്ട് തന്നെ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിലേ അധിക ദിവസമൊന്നും ഇങ്ങനെ മുന്നോട്ട് പോകില്ല കേട്ടോ. എൻ്റെ ചാനലിൻ്റെ ഒക്കെ ആണ്ട് പണിയുണ്ട് കഴിയും. അത്രയും കേട്ടിട്ട് ഓന് ലാസ്റ്റ് സൈ കെട്ടിട്ട് ഓളെ നേരക്ക് പോയപ്പോൾ ഓൾ ഓടിയതാണ്ടോ. ഇതുകൊണ്ട് എന്താ മനസ്സിലാക്കേണ്ടതെന്ന് അറിയോ? ഓൾക്ക് വേണ്ടത് ഒരു കണ്ടൻറ്റാണ്. ആരിനെ നാട്ടിച്ചിട്ടാണെങ്കിലും ഒരു കണ്ടൻറ്റ് വേണം. പക്ഷേ അത് അത്ര നല്ലതൊന്നല്ല. ജനങ്ങൾ തീരുമാനിക്കുക. ഓൾ കമൻറ്റ് ബോക്സൊക്കെ ഓഫാക്കി ഇരിക്കുക കാരം ഈ പരിപാടി ഇട്ടിട്ടേ. എന്തായാലും പൈസ ഇട്ടിട്ടുണ്ടല്ലോ, അത് മതി. എന്തായാലും ആയിക്കോട്ടെ. ഇവളെ കുറിച്ചിട്ട് കൂടുതൽ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലേ നമ്മളെ മാന്യതയും കൂടിയും പോവും. അമ്മാരി തെറിയാണ് പറയണത്. കേട്ട് നിൽക്കാൻ പറ്റില്ല കേട്ടോ. വല്ലാത്ത ജാതി.